അശമന്നൂർ പഞ്ചായത്തിൽ വ്യാപകമാകുന്ന പ്ലൈവുഡ് അനുബന്ധ വ്യവസായങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുവാൻ അധികൃതരും കമ്പനി ഉടമകളും തയ്യാറാവണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം നടക്കുന്ന വ്യാപകമായ കുന്നിടിക്കലും പാടനികത്തിലും പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളെ നശിപ്പിക്കുന്നതോടൊപ്പം കൃഷി അന്യം നിൽക്കുന്ന അവസ്ഥയാണ്. പഞ്ചായത്തിലെ 10 വാർഡുകളിലായി 58 പ്ലൈവുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാഥമിക അംഗീകാരം മാത്രം വാങ്ങി 28 കമ്പനികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. വ്യവസായ വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്ന മൃദുസമീപനവും ഇളവുകളും മുതലാക്കിയാണ് ചുരുങ്ങിയ പ്രദേശത്ത് ഒരേ സ്വഭാവത്തിലുള്ള ഓറഞ്ച് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ വ്യാപകമായി തുടങ്ങുന്നത്. എന്നാൽ സ്ഥാപനത്തിന്റെയോ തൊഴിലാളികളുടെയോ നാട്ടുകാരുടെയോ സുരക്ഷയ്ക്കുള്ള നിയമാനുസൃതമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുവാൻ ഈ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്ലൈവുഡ് കമ്പനികൾക്കെതിരെയും അതുപോലെ തന്നെ കേസിറ്റ് വഴി പുതിയ കമ്പനികൾക്ക് അനുമതി എടുക്കുന്നതിനെതിരെയുമായിട്ട് ഒരു സംയുക്ത സമിതി അശമന്നൂർ പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അശമന്നൂർ പഞ്ചായത്തിൽ ഒരു ഏതാണ്ട് 10 വാർഡുകളിലായിട്ടാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. അതിൽ 2 വാർഡുകളിലാണ് ഓരോ കമ്പനികൾ വീതമുള്ളത്. അതുകൂടാതെ 8 കമ്പനികളിലായിട്ട് 58 പ്ലൈവുഡ് കമ്പനികളും അതുപോലെ തന്നെ 28 കമ്പനികൾക്ക് പുതിയതായിട്ട് അനുമതി നൽകിയിട്ടുമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്ത പഞ്ചായത്തായ പായിപ്ര പഞ്ചായത്തിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇത്തരം ആശങ്കകൾക്ക് പരിഹാരം തേടി ജനങ്ങളെ ഒന്നിച്ച് അണിനിർത്തുവാൻ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന സംയുക്ത സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി പുതിയതായി വരുന്ന നിർമ്മാണ യൂണിറ്റുകൾക്കുള്ള അപേക്ഷകളെല്ലാം നിരസിക്കുന്നുണ്ടെങ്കിലും കേസിറ്റ് എന്ന സംവിധാനം വ്യവസായ സൗഹൃദമാണ്. വ്യവസായം തുടങ്ങാൻ വേണ്ടി വരുന്നവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഉള്ള പ്രായോഗികമായ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളതാണ് ആ സംവിധാനത്തിന്റെ തന്നെ ലക്ഷ്യം. അപ്പൊ ആ സംവിധാനം വഴി അനുവാദം വാങ്ങി വരുന്നത് തടയാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. ഈ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 12 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.